നടന്ന് നീങ്ങുന്ന ഓരോരോ ചുവടിലും ഇവിടെയുള്ള ആളുകൾ പരസ്പരം അഭിവാദ്യം ചെയ്യുന്നത് രാധേ രാധേ എന്ന് വിളിച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാവണമെങ്കിൽ വൃന്ദാവൻ കണ്ടെത്തിയത് ഞാനാണ് രാധേ, ബർസാനയ്ക്ക് വേണ്ടി ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ആ റീല് ഭയങ്കര വൈറലായിട്ടിരിക്കുമ്പോൾ ഈ ബർസാന എന്താണെന്ന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ലേ. രാധാമയ്യയുടെ ജനന സ്ഥലമാണ് ഈ പറയുന്ന ബർസാന, രാധയുടെ സ്വന്തം ബർസാന. ശ്രീകൃഷ്ണൻ്റെയും രാധയുടെയും കഥകളാൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിൻ്റെ ഒരു തെരുവ് കൂടിയാണ് കേട്ടോ ഇത്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും അവിശ്വസനീയമായ കഥകളും എല്ലാത്തിനും മുകളിൽ ആളുകളുടെ പുഞ്ചിരിയും സന്തോഷവുമാണ് ഇവിടെയുള്ളത്. എന്നാൽ അതിനു മുൻപായിട്ട് ഞങ്ങളുടെ യാത്രയുണ്ടായിരുന്നത് ഇവിടെ വളരെ ആത്മീയതയുടെയും മോക്ഷത്തിൻ്റെയും ഒരു പുണ്യ കേന്ദ്രമായിട്ട് അറിയപ്പെടുന്ന രാധാകുണ്ടിലേക്കും കൃഷ്ണകുണ്ടിലേക്കുമായിരുന്നു. കൃഷ്ണൻ തൻ്റെ ഉപ്പൂറ്റുകൊണ്ട് ഒരു കുളം കുഴിക്കുകയും അതിൽ കുളിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. എന്നാൽ രാധ തൻ്റെ പൊട്ടിയ വളകൾ എടുത്തുകൊണ്ട് തൊട്ടടുത്തായിട്ട് മറ്റൊരു കുളം കുഴിക്കുകയും കൃഷ്ണകുണ്ടിലെ വെള്ളം അങ്ങോട്ട് ഒഴുകി ചെല്ലുകയും ചെയ്തു എന്ന് പറയുന്നു. അതിമനോഹരവും ചരിത്രപ്രസിദ്ധവുമായ രാധാ ഗോവിന്ദ കഥകൾ നിറഞ്ഞു നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടം.